ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചിട്ടാണ്. അനുപമ പരമേശ്വരനാണ് ഇതിലെ നടി. ഈ പടം ചെറിയ ലോജിക് മിസ്റ്റേക്ക് ഒഴിവാക്കിയാൽ ഒരു കിടിലം പടമാണ്. കാരണം കിടിലം പടം എന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ല, എബോ ആവറേജ്, ഓക്കെ. ഇതിൻ്റെ ക്ലൈമാക്സ് നമ്മളെ ഒരു വിറയെല്ലാം നിർത്തിക്കും. ആ ക്ലൈമാക്സ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇനി ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വന്ന വീഡിയോ കണ്ടാൽ മതി. പറയാൻ പോകുന്നത് കഥ പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇതിൽ അനുപമ ജോലിക്ക് വേണ്ടി തേടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം അവൾ ഫ്രണ്ട് പറഞ്ഞു എൻ്റെ കൂടെ വാ, അപ്പോൾ ഒരാൾ മീറ്റ് ചെയ്യാം, ജോലി അവിടെ സെറ്റാണെന്ന് പറഞ്ഞിട്ട് മീറ്റ് ചെയ്യാൻ പോകും. അങ്ങനെ അവർ പാർട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അനുപമ ജോബ് കിട്ടിയെന്ന് പറയും. അപ്പോൾ അനുപമനോട് സന്തോഷത്തിൽ കുടിക്കുമെന്ന് അറിയാം. അവൾ വേണ്ടെന്ന് വെച്ച് കുടിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വീട്ടിൽ അവർ പോകും. പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ലോക്ക്ഡൗൺ കൊറോണ 2 മാസം കഴിഞ്ഞിട്ട് 2 മാസമായിട്ട് വിളിക്കുന്നില്ല ഈ വർക്കിൻ്റെ. അപ്പോൾ ഇവൾക്ക് എന്തൊക്കെ അസ്വസ്ഥത കേൾക്കുന്നുണ്ട്. ഡോക്ടറെ കാണാൻ പോയാലും പറഞ്ഞ് പ്രഗ്നൻ്റാണ്. ഇവൾ പോലും അറിയാതെ ഇവൾ പ്രഗ്നൻ്റായി. പക്ഷെ 10 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇവൾക്ക് മനസ്സിലാകുന്നത് ഇവൾ പ്രഗ്നൻ്റാണെന്ന് മനസ്സിലാകുന്നത്. പോട്ടെ, അത് എന്തെങ്കിലും പല സംഭവങ്ങളും ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. 8-ാം മാസത്തിൽ പ്രഗ്നൻ്റാണെന്ന് മനസ്സിലായി, അങ്ങനെയൊക്കെ. പക്ഷെ ഒരാൾ റേപ്പ് ചെയ്യപ്പെട്ടു എന്നും മനസ്സിലാവാതെ 10 ആഴ്ച എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് നോക്കിയിട്ടില്ല, എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അതാണ് ഒരു ലോജിക് ഇല്ലായ്മയായിട്ട് തോന്നിയത്. അങ്ങനെ ഇവള് അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ ഇത് അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈസയാക്കും. അങ്ങനെ ഒരു പൈസ എടുത്ത് കൊടുത്തിട്ട് അവളെ പറ്റിക്കും. അങ്ങനെ അടുത്ത ആളെടുത്ത് പോകും, അവരെ പറ്റിക്കും. അങ്ങനെ ലാസ്റ്റ് ഒരാളടുത്ത് പോയിട്ടാകുമ്പോൾ അവർ പറയും നീ നാം പറയുന്നത് സാധിച്ചാൽ നിനക്ക് അബോർഷൻ ഫ്രീ ആയിട്ട് ചെയ്യാം. അങ്ങനെ അത് സാധിച്ചു കൊടുക്കുന്ന ഒരു സീനുണ്ട്. അവിടെ ഓഡിയൻസ് സ്റ്റക്കാവും. അങ്ങനെയാണ് ഈ പടം അവസാനിക്കുന്നത്.